നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഐതരേയോപനിഷത്ത് എപ്പിസോഡ് 83. അതിനെ അപാനവായുവിനെ കൊണ്ട് ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചു, അതിനെ പിടിച്ച് ഭക്ഷിച്ചു. ആ ഇവനാണ് അന്നത്തിൻ്റെ ഗ്രാഹകൻ. യാതൊരു വായു അന്നം കൊണ്ട് ജീവിപ്പിക്കുന്നതായി പ്രസിദ്ധമാണ്. അതാണ് പ്രസിദ്ധമായ അപാനവായു. അവൻ ആലോചിച്ചു, ഇതെന്നെ കൂടാതെ എങ്ങനെ ഭവിക്കും എന്ന് അവൻ ആലോചിച്ചു. ഏതു മാർഗത്തിൽ കൂടി ഞാൻ പ്രാപിക്കട്ടെ? അവൻ ആലോചിച്ചു. വാക്കുകൊണ്ട് വ്യാഹരിക്കപ്പെട്ടുവെങ്കിൽ, പ്രാണനാൽ ശ്വസിക്കപ്പെട്ടുവെങ്കിൽ, കണ്ണിനാൽ കാണപ്പെട്ടുവെങ്കിൽ, ചെവിയാൽ കേൾക്കപ്പെട്ടുവെങ്കിൽ, ത്വക്കിനാൽ സ്പർശിക്കപ്പെട്ടുവെങ്കിൽ, മനസ്സിനാൽ ധ്യാനിക്കപ്പെട്ടുവെങ്കിൽ, അപാനനാൽ ഭക്ഷിക്കപ്പെട്ടുവെങ്കിൽ, ജനനേന്ദ്രിയത്താൽ വിസർജിക്കപ്പെട്ടുവെങ്കിൽ പിന്നെ ഞാൻ ആരാകുന്നു എന്ന്. അവൻ ശിരസിന്റെ അതിർത്തിയെ തന്നെ പിളർത്തിയിട്ട് ഈ ദ്വാരത്തിൽ കൂടി ദേഹത്തെ പ്രവേശിച്ചു. അതാണ് വിദ്യുതി എന്ന് പ്രസിദ്ധമായ ദ്വാരം. അത് അങ്ങേയറ്റത്തെ ആനന്ദത്തിന്റെ സ്ഥാനമാകുന്നു. അവനിവിടെ 3 വാസസ്ഥാനങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ഇത് വാസസ്ഥാനമാണ്, ഇത് വാസസ്ഥാനമാണ്, ഇത് വാസസ്ഥാനമാണ്. ജനിച്ചവനായ അവൻ ഭൂതങ്ങളെ വിവേചനം ചെയ്തു നോക്കി. ആത്മാവല്ലാതെ ലോകത്തിൽ കാര്യമായ എന്താണുള്ളത്? പിന്നെ അവൻ പുരുഷനെ തന്നെ സർവവ്യാപിയായ ബ്രഹ്മമായി അറിഞ്ഞു. ബ്രഹ്മത്തെ ഞാൻ സാക്ഷാത്കരിച്ചു എന്ന്. അത് നിമിത്തം അവന് ഇതന്ത്രൻ എന്ന പേര് ലഭിച്ചു. ഇതന്ത്രൻ എന്നുള്ളത് അവന്റെ പ്രസിദ്ധമായ പേരാണ്. ഇങ്ങനെ ഇതന്ത്രനായ അവനെ പരോക്ഷമായി ഇന്ദ്രൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ദേവന്മാർ പരോക്ഷപ്രിയന്മാരാകുന്നു. ദേവന്മാർ പരോക്ഷമായിട്ടുള്ളതിനെ ഇഷ്ടപ്പെടുന്നു. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ